നമസ്കാരം, ധനുഷ് പി എസ് സി ടിപ്സ് ആണ്. ഇത് കറണ്ട് അഫയേഴ്സ് ആണ്. കേരള പി എസ് സിയുടെ എല്ലാ എക്സാംസിനും വേണ്ട കറണ്ട് അഫയേഴ്സ്, ആനുകൂല്യ വിഷയങ്ങൾക്ക് ഉൾപ്പെടുത്തിയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. LDC, LGS, LPUP എക്സാം 2024 കേരള പി എസ് സി എക്സാംസിന് വേണ്ട പോലീസ് കോൺസ്റ്റബിൾ അതുപോലെ ഉള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തുടങ്ങിയ തസ്തികകളിലേക്കുള്ള എല്ലാ എക്സാംസിനും വേണ്ട കറണ്ട് അഫയേഴ്സ് ആണ് വരുന്നത്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഐവറി കോസ്റ്റ്. പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഐവറി കോസ്റ്റ്. പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഐവറി കോസ്റ്റ്. 2023 നടന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരാണ്? നീരജ് ചോപ്ര. ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരാണ്? നീരജ് ചോപ്ര. 2023 നടന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരാണ്? നീരജ് ചോപ്ര. നെക്സ്റ്റ്, ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ഏതാണ്? രോഹൻ ബൊപ്പണ്ണ. ഡബിൾസ് ഫൈനൽ ഗ്രാൻഡ് സ്ലാം ഡബിൾസ് രോഹൻ ബൊപ്പണ്ണ. ഗ്രാൻഡ് സ്ലാം ഡബിൾസ് രോഹൻ ബൊപ്പണ്ണ. ഗ്രാൻഡ് സ്ലാം ഡബിൾസ് രോഹൻ ബൊപ്പണ്ണയാണ്. ഏറ്റവും പ്രായം കൂടിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. ബൊപ്പണ്ണ പ്രായം കൂടിയ താരം. 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ആരാണ്? ജഗദീപ് ധൻഖർ. ആരാണ്? ജഗദീപ് ധൻഖറാണ്. ജഗദീപ് ധൻഖർ. ജഗദീപ് ധൻഖറാണ്. 16ാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആരാണ്? PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ് ആണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിങ്സുകളിൽ നിന്ന് 13,000 റൺസ് നേടിയ താരം ആരായിരുന്നു? വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിങ്സുകളിൽ നിന്ന് 13,000 റൺസ് നേടിയ താരം ആരാണ്? വിരാട് കോഹ്ലി. 13,000 റൺസ് നേടിയ താരം വിരാട് കോഹ്ലി. 16ാമത് ഏഷ്യൻ ഗെയിംസിൽ വരുന്ന ആരായിരുന്നു? PR ശ്രീജേഷ്. നോർക്ക. സെപ്റ്റംബർ 17, 2023 പാർലമെൻറ്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയതാരായിരുന്നു? ജഗദീപ് ധൻഖർ. പതാക ജഗദീപ് ധൻഖർ. ഇനി ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ആരാണ്? പക്ഷി ഏതാണ്? ഏത് പക്ഷിയാണ്? ഹിമാലയൻ പരുന്ത്. ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ പരുന്താണ് വന്നിട്ടുള്ളത്. ഹിമാലയൻ പരുന്താണ്. 2023 നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്ക് എത്ര സ്ഥാനമാണ് ലഭിച്ചത്? ലോക അത്ലറ്റിക്സ് മീറ്റിൽ ഇന്ത്യക്ക് ലഭിച്ച സ്ഥാനം എത്രയാണ്? 18ാമത്തെ സ്ഥാനം. 18ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. 2023 അന്തരിച്ച വളർമതി എന്ന വ്യക്തി ഏത് നിലയിൽ പ്രശസ്തി നേടിയതാണ്? വളർമതി ആരായിരുന്നു? ശാസ്ത്രജ്ഞ ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോർമർ സ്റ്റേഷൻ നിലവിൽ വരുന്ന സ്ഥലം? ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോർമർ സ്റ്റേഷൻ നിലവിൽ വരുന്ന സ്ഥലം ഏതാണ്? ബംഗളൂരു. ഭൂഗർഭ പവർ ട്രാൻസ്ഫോർമർ സ്റ്റേഷൻ ബംഗളൂരു ആണ്. കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ലോഗോയിൽ കാണുന്ന മൃഗം ചീറ്റപ്പുലി. കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി. വന്ദേ ഭാരതിൽ ചീറ്റപ്പുലി ചാടുന്നു. 2022 US ഓപ്പണിൽ വനിതാ വിഭാഗം ജേതാവായ കൊക്കോ ഗോഫ് ഏത് രാജ്യക്കാരിയാണ്? USA. കൊക്കോ ഗോഫ് USA ആണ്. 23 സറാൻഡ് കപ്പ് ഫുട്ബോൾ ഫൈനലിന് വേദിയായത് കൊൽക്കത്തയാണ്. സറാൻഡ് കപ്പ് ഫുട്ബോൾ എവിടെയാണ്? കൊൽക്കത്ത. ധ്വനിപ്രയാണം ആരുടെ ആത്മകഥയാണ്? ധ്വനിപ്രയാണം M. ലീലാവതി. 7ാമത് ഇൻ്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയായത് ന്യൂഡൽഹി. പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി നെയ്റോബി. 2023 റെക്കോർഡ് വിലയ്ക്ക് വിറ്റിരുന്ന ഗസ്റ്റേഷൻ എന്ന ചിത്രം വരച്ചതാരായിരുന്നു? സെയ്ദ് ഹൈദർ റാസ. അപ്പോൾ ഗസ്റ്റേഷൻ ആരുടെയാണ്? സെയ്ദ് ഹൈദർ റാസ ഗസ്റ്റേഷൻ. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഒഡീഷ. ഏത് സംസ്ഥാനമാണ്? ഒഡീഷ. ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഒഡീഷയാണ്. 23 ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? പിണറായി വിജയൻ. 23 ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ആരാണ്? പിണറായി വിജയൻ. 24
SCO ഉച്ചകോടിയുടെ വേദി, SCO ഉച്ചകോടിയുടെ വേദി, SCO ഉച്ചകോടി വേദി കസഖ്സ്ഥാൻ, SEO ഉച്ചകോടി, SCO കസഖ്സ്ഥാൻ ഉച്ചകോടി. ഇന്ത്യയിലെ ആദ്യത്തെ ODF വെളിയിട വിസർജന വിമുക്ത പ്ലസ് ജില്ല, വെളിയിട വിസർജന വിമുക്തം ODF, വെളിയിട ഔട്ട്, ഔട്ടാണ്, വെളിയിട വിസർജന ഡെഫിക്കേഷൻ അങ്ങനെയുള്ള സംഭവം, ഔട്ട്, വെളിയിട വിസർജന വിമുക്ത പ്ലസ് ജില്ല ഔട്ട്, വെളിയിട വിമുക്ത വിസർജന ജില്ല വയനാട്. 24 ഒളിമ്പിക്സ് വേദി എത്താണ്, എവിടെയാണ് ഒളിമ്പിക്സ് വേദി? ഷോർട്ട് ഫോം 24 ഒളിമ്പിക്സ് വേദി പാരീസ്, 24 ഒളിമ്പിക്സ് വേദി പാരീസ്, 24 ഒളിമ്പിക്സ് പാരീസാണ്. OTT പ്ലാറ്റ്ഫോമുകളിൽ പുകയില വിരുദ്ധ പരസ്യം നിർബന്ധമാക്കിയ ആദ്യ രാജ്യം, OTT ആണല്ലോ ഇപ്പോൾ എല്ലാം. സോ പുകയില വിരുദ്ധ പരസ്യം നിർബന്ധമാക്കിയ രാജ്യം ഇന്ത്യയാണ്. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. 21ാമത് മത്സരത്തിന് മിസ് വേൾഡ് ഇന്ത്യയിലാണ് നടക്കുന്നത്, മിസ് വേൾഡ് ഇന്ത്യയിലാണ്. അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മധ്യപ്രദേശ്. 35% സംവരണം ഏർപ്പെടുത്തിയത് മധ്യപ്രദേശിലാണ്. 70ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായ ചൈനീസ് നഗരം, 70ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായ ചൈനീസ് നഗരം ഹാങ്ഷൗ. 2023 സാമ്പത്തിക നോബലിന് അർഹയായ ക്ലോഡിയ ഗോൾഡിൻ ഏത് രാജ്യക്കാരിയാണ്? ക്ലോഡിയ ഗോൾഡിൻ USA-കാരിയാണ്. 2023 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് രാജ രവിവർമ്മ ആർട്ട് ഗാലറി എവിടെയാണ്? തിരുവനന്തപുരം. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് രാജ രവിവർമ്മ ആർട്ട് ഗാലറി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. പ്രത്യേകം അങ്ങനെ തന്നെ പഠിക്കണം. 2023 40ാം വാർഷികം ആഘോഷിച്ച സത്തേൺ എയർ കമാൻഡിൻ്റെ ആസ്ഥാനം, 40ാം വാർഷികം ആഘോഷിച്ച സത്തേൺ എയർ കമാൻഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. 22 JC ഡാനിയൽ പുരസ്കാരം നേടിയത് TV ചന്ദ്രൻ. 22 JC ഡാനിയൽ പുരസ്കാരം നേടിയത് എവിടെയാണ്? T ചന്ദ്രനാണ്. കേരളത്തിൽ GST അപ്പലേറ്റം ട്രൈബ്യൂണലിൻ്റെ ബെഞ്ചുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥലങ്ങൾ. കേരളത്തിൽ GST അപ്പലേറ്റം ട്രൈബ്യൂണലിൻ്റെ ബെഞ്ചുകൾ, GST അപ്പലേറ്റം ട്രൈബ്യൂണൽ അതിൻ്റെ ബെഞ്ചുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥലം എവിടെയൊക്കെയാണ്? തിരുവനന്തപുരം, എറണാകുളം. GST തിരുവനന്തപുരം, എറണാകുളം. 53ാമത് ദാദാ സാഹേബ് പുരസ്കാരം നേടിയത് ആർക്കാണ്? വഹീദ റഹ്മാൻ. ഇന്ത്യയിൽ പുതിയ ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിലെ പ്രഥമ സമ്മേളനം നടന്ന എന്നാണ്? 23 സെപ്റ്റംബർ 19 സമ്മേളനം. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ച സ്ഥലം ഏതാണ്? പുന്നപ്ര. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സ്ഥലം ഏതാണ്? പുന്നപ്ര. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ഹെഡർ ഗോളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോ. 2023 2000-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ പ്രളയം നടന്ന രാജ്യം, പ്രളയമാണ് കേട്ടോ, പ്രളയം നടന്ന രാജ്യം ലിബിയാണ്. പ്രളയം നടന്ന രാജ്യം ലിബിയാണ്. മിസ് എർത്ത് ഇന്ത്യ 2021 പട്ടം നേടിയ പ്രിയൻ സെയിൽ ഏത് സംസ്ഥാനക്കാരിയാണ്? രാജസ്ഥാൻ. എർത്ത് ഇന്ത്യ 2023 പട്ടം നേടിയ പ്രിയൻ സെയിൽ രാജസ്ഥാൻകാരി. 2023 പുറത്തിറങ്ങിയ കേരള സംസ്കാര ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിര, ഭാഗ്യം. BPL കാർഡുകൾക്ക് 10 കിലോ അരി നൽകുന്ന അന്നഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം കർണാടകം. സസ്യഭുക്കുകളായ ദിനോസറുകളുടെ ഫോസിൽ അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. ദിനോസറുകൾ എവിടെയാണ്? രാജസ്ഥാനിൽ കണ്ടു. നാഷണൽ സ്പേസ് ഡേ ആയി ആചരിക്കുന്ന പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദിവസമാണ് ഓഗസ്റ്റ് 23. ആരുടെ ആത്മകഥയാണ് മൈ മയേഴ്സ് ഓഫ് എ മാവറിക്ക? മണിശങ്കർ അയ്യർ. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് മധ്യപ്രദേശാണ്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണൽ. ബ്രഹ്മപുരം മാലിന്യം ദേശീയ ഹരിത ട്രൈബ്യൂണൽ പിഴ ചുമത്തിയിട്ടുണ്ട്.
ഹൊയ്സാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. ഹൊയ്സാല ക്ഷേത്രങ്ങൾ കർണാടക. കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനം, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, മൂല്യവർദ്ധനം സംസ്കരണം കർഷകർക്ക് മികച്ച വരുമാനം എന്ന് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനമാണെന്ത്? കാപ്കോ. കാർഷികോൽപ്പന്നങ്ങൾക്ക് വേണ്ടി കാപ്കോയാണ് സർക്കാർ ആരംഭിക്കുന്നത്. കാർഷികോൽപ്പന്നങ്ങൾക്ക് വേണ്ടി കാപ്കോ ആണ് സർക്കാർ ആരംഭിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ചുങ്താങ് അണക്കെട്ട് സംസ്ഥാനം. ചുങ്താങ് അണക്കെട്ട്, ചുങ്താങ്ങിൽ ഇപ്പോൾ ഒരു പ്രശേഷം ഉണ്ടായിട്ടുണ്ട്. ചുങ്താങ് അണക്കെട്ട് തകർന്നു പോയി. ചുങ്താങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എന്താണ്? സിക്കിമിലാണ് ചുങ്താങ് അണക്കെട്ടുള്ളത്. 24 എന്താണ് ചാങ് ഇ എന്ന ചന്ദ്രദൗത്യം വിക്ഷേപിച്ച രാജ്യം എന്താണ്? ചൈന. ചാങ് ഇ ങ്ങായാണ് ചാങ് ഇ. ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും എഴുതണ്ടേ അല്ലേ? അപ്പോൾ അതും കൂടി ആവട്ടെ. ഈ എന്ന ചന്ദ്രദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യമാണ് ചൈന. ചാങ് ചൂങ് ഒക്കെ എന്താ ചൈന എന്നറിയില്ലേ? ഏകദേശം അറിയാവുന്നവർക്ക്. GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമാണ്? GI ടാഗ് ലഭിച്ച ചോക്കുവ അരി സിക്കിമിൻ്റെയാണ്. GI ടാഗ് ലഭിച്ച ചോക്കുവ. ഇപ്പോൾ അരി നമ്മുടെ അവിടെ ഷോർട്ടേജ് ഉണ്ട് എന്ന് വെച്ചാൽ മാവൽ സ്റ്റോറിൽ ഷോർട്ടേജ് ഉണ്ടായിരുന്നു, അല്ലാത്തടത്തല്ല. സപ്ലൈകോയിലാണ്. മാർജിൻ ഫ്രീ മാർക്കറ്റ് സുലഭമായിരിക്കും, പക്ഷെങ്കിൽ വളരെ ദരിദ്ര അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണ്ട അരികൾ എപ്പോഴും ഒരു സപ്ലൈകോയിലാണ്. ഏകദേശം അതിനൊരു 10-20 രൂപ ലാഭം കിട്ടും. സോ അവിടെ അരി ഇല്ലാതായിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ പ്രയോജനം ചെയ്യും. GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമാണ്? സിക്കിം. ഇപ്പോൾ ഈ ഇലക്ഷൻ സമയം അതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് നാളെ വേറൊരു ടൈപ്പ് അരികളൊക്കെ നമുക്ക് നാട്ടിൽ സുലഭമായിരുന്നു. അത് അരിക്ഷാമം വളരെ വന്നിട്ട് പിന്നീട് വന്ന കുറച്ച് അരികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ നോക്കി വെക്കുക. അതുപോലെ ഒരു ക്വസ്റ്റ്യനാണിതും. GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമാണ്? സിക്കിം. 23 ആസിയൻ ഉച്ചകോടി വേദി ഏതാണ്? ഇന്തോനേഷ്യ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊന്നും കണക്കിലെടുക്കേണ്ട. പറയുന്നത് ആൻസർ നോക്കുക. ഓക്കെ, ആൻസർ ഇങ്ങനെ മനസ്സ് തട്ടി വെച്ചേക്കണം, മെയിൻ സ്ഥലങ്ങളും. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ.